ആക്ച്വലി തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരുടെയും ഒരു വികാരമാണ് അല്ലേ ചായ. കാരണം ഞങ്ങൾ രണ്ടുപേരും ജനിച്ച് വളർന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര ഒരു ആത്മബന്ധം ട്രിവാൻഡ്രം അല്ല തിരുവനന്തപുരമായിട്ട് നമുക്കുണ്ട്. ട്രിവാൻഡ്രം ഇപ്പോൾ മോഡിഫൈ ചെയ്താണല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തിന് മോഡിഫൈ ചെയ്താണ് ട്രിവാൻഡ്രം ആയത്. അപ്പം ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ജനിച്ച് വളർന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൊരു ഡ്രീം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ഒരു വീട് വെക്കുക എന്നുള്ളത്. ഓൾറെഡി ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ ജനിച്ച വീടൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞ് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഞങ്ങളുടെ തന്നെ ഒരു ഡ്രീം ആയിട്ടുള്ളൊരു ഹോം നമ്മുടെ അനന്തപുരി തന്നെ വെക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഇതുവരെ ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പം എൻ്റെ പേര് ചാരു ജോൺസൺ. എൻ്റെ പേര് അജയ് ജൂഡ്, ഞാൻ ഒരു ഡ്രമ്മറാണ്. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാൻഡാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്, വാം ലൈറ്റ് ബാൻഡ്. അപ്പം ഞാൻ സിംഗറാണ്, അതിനോടൊപ്പം തന്നെ ബേസിസ്റ്റും കൂടെയാണ്. ഞങ്ങൾ ലവ് മാരേജ് ആണ്. അപ്പം ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരേ കാര്യം, കല്യാണം കഴിഞ്ഞാലും ട്രിവാൻഡ്രം വിട്ട് പോവില്ല എന്നുള്ളത്. കാരണം എനിക്ക് എവിടെ പോയാലും തിരുവനന്തപുരത്ത് തിരിച്ച് വരണ വരെ ഒരു തൃപ്തി കുറവാണ്. ഏത് നാട്ടിൽ പോയാലും എനിക്ക് കറങ്ങാൻ പോയാലും അപ്പം എനിക്കിപ്പോൾ എൻ്റെ വീട് കോവളത്ത് ഓൾറെഡി എനിക്കൊരു വീടുണ്ട്. ആ വീട്ടിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലോട്ട് വാങ്ങിച്ച് വീട് വച്ചത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞ വീട്ടിന് വഴിയുടെ ഒരു പ്രശ്നമുണ്ട്. വണ്ടി നമുക്ക് അകത്ത് വരെ എത്തത്തില്ല. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ആലോചിച്ചത് ഇപ്പം വണ്ടി ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് തൊട്ടടുത്തൊരു പ്ലോട്ട് വന്നത് വാങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് വാങ്ങിച്ച് വണ്ടി അവിടെ ഇട്ടു. തൽക്കാലം വീട് വയ്ക്കാനുള്ള ഒരു ഡിലേ കുറച്ച് വന്നു. അതിന് ശേഷം നമ്മൾ ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാം, പെട്ടെന്ന് ബഡ്ജറ്റിൻ്റെ കാര്യമാണല്ലോ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ഒരുപാട് റെഫർ ചെയ്തപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സ്റ്റീൽ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രീഫാബ് ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു പരിധി വരെ ഒരു 30%, 40% ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു അറിവ് കിട്ടി. അങ്ങനെയാണ് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്രീഫാബ് അങ്ങനെ ഒരു സെറ്റപ്പിൽ എത്തിയത്. അതും നമ്മൾ തിരുവനന്തപുരത്ത് ഒരുപാട് ടീമിനെ നമ്മൾ ഇത് തിരക്കിയിട്ടും അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ സ്റ്റീൽ സ്ട്രക്ചർ ഇവിടെ പൊതുവെ ചെയ്യാത്ത ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ആർക്കും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ DR ടെക്കിനെ കോൺടാക്ട് ചെയ്തപ്പം ആദ്യം ഞാൻ ഫോൺ വിളിച്ച ഉടൻ തന്നെ ഞാൻ പറഞ്ഞു സ്റ്റീൽ സ്ട്രക്ചറിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്, 2 സ്റ്റോറിയാണ്. അപ്പം അത് ചെയ്യാൻ 4 സെൻറ്റിലാണ്. അപ്പം ഫ്രണ്ടിൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെ എല്ലാം വേണം. അപ്പം പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്, ഓൾറെഡി ഡ്രോയിങ്സ് നമ്മുടെ കയ്യിലുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം ചെയ്യാം, പിന്നെ എന്താ എന്ന് മാത്രമേ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു ഒറ്റ ഇതിൽ തന്നെ ഫിക്സ്, ഇനി ഒന്നും നോക്കാനില്ല. കാരണം നമുക്ക് ആക്ച്വലി ബഡ്ജറ്റിനെക്കാളും അപ്പോൾ ഒരു പ്രശ്നമായിട്ട് വന്നു വെച്ചാൽ ഇത് ചെയ്യാൻ ആളില്ല. സ്റ്റീൽ വെച്ച് ഒരു വീട് ഉണ്ടാക്കി തരിക എന്നുള്ള ഒരു കോൺഫിഡൻസ് ആർക്കും ഇല്ല. ഞാൻ ഇപ്പം ടാറ്റ ഗ്രൂപ്പ് ആക്ച്വലി അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ അവർ ചെയ്യുന്നില്ല. അവരിനെ വിളിച്ചപ്പോൾ അവരും കേരളത്തിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ കുറവാണ്, പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവരും ഒഴിഞ്ഞു. അപ്പം അറ്റ് ലാസ്റ്റ് ആക്ച്വലി ഇനി നടക്കില്ല എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഇതെനിക്ക് ഫിക്സ് ആയത്. ആക്ച്വലി ഞാൻ നെറ്റിൽ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യും. നമ്മൾ ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രം എന്നല്ല, ഞാൻ കേരളം മൊത്തത്തിൽ ഞാൻ സെർച്ച് ചെയ്യായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു റിവ്യൂ നോക്കിയപ്പോഴത്തേക്കും ഈഞ്ചക്കിൽ DR ടെക് ടീം നല്ല റിവ്യൂ ഉണ്ട്. സോ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഫൈൻ, നമുക്കൊന്ന് വിളിച്ച് ചോദിക്കാം. നമ്മൾ ആക്ച്വലി വിളിച്ച് നമ്മളൊരു തരം മുഷിഞ്ഞ് തുടങ്ങി. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ആദ്യം നമ്മൾ സാറിനോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. ഫസ്റ്റ് അതാണ്, ആ ഒരു കോൺഫിഡൻറ്റ് തന്നപ്പോൾ തന്നെ നമ്മൾ എന്തായാലും ഫൈൻ, വേറെ ഒന്നും നോക്കണ്ട. പിറ്റേ ദിവസം ഞങ്ങൾ വന്നു, ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് നമ്മൾ എത്തി. അപ്പം അതാണ് നമ്മുടെ വീട് തുടങ്ങാനുള്ള ഒരു കാര്യം. പിന്നെ നമ്മുടെ വീടിനെ കുറിച്ചുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഓരോ സ്പോട്ടും എനിക്കിങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ഓരോ കോർണർ ആണെങ്കിലും ഓരോ സ്പേസ് ആണെങ്കിലും അത്രത്തോളം നമ്മളിങ്ങനെ ഭയങ്കര ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 7 വർഷമാകാൻ പോകുന്നു. അപ്പം നമ്മുടെ ഒരു 6 വർഷമായിട്ടുള്ള ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം ആയിരുന്നു അത്. അപ്പം ഓരോ സ്ഥലവും നമ്മളിങ്ങനെ നോക്കിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി 6 വർഷം മുമ്പ് വാങ്ങിച്ച സാധനവും ഇപ്പോൾ ആ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതെ. അതായത് അപ്പോഴേ നമ്മൾ പ്ലാനിങ് ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും വീട്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു വിക്ടോറിയൻ സ്റ്റൈൽ, ഒരു യൂറോപ്യൻ സ്റ്റൈൽ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു സോഫ വാങ്ങുമ്പോൾ ആ ഒരു രീതിയിലുള്ളത് വാങ്ങിച്ചു, മേശ വാങ്ങുമ്പോൾ അങ്ങനെ. അപ്പം ഇപ്പം നിലവിൽ അവിടെ കിടക്കുന്ന മിക്ക സാധനങ്ങളും നമ്മളൊരു 3-4 വർഷം മുമ്പേ വാങ്ങിച്ച് തുടങ്ങിയ സാധനങ്ങൾ.
അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മ്യൂസിക്കൽ ബാൻഡ് ഉണ്ട്, വാംലൈറ്റ് ബാൻഡ്. അപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാൻഡ് തന്നെയാണ്. നമ്മൾ കോവളത്താണ് നമ്മുടെ ബാൻഡൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു ആക്ച്വലി ഈ കോവളത്ത് നമ്മൾ ഈ ബാൻഡ് വെക്കുന്ന കാരണം നമുക്ക് റിസോർട്ടിൽ പ്രോഗ്രാംസും കാര്യം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട് ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു കോവളം ഏരിയയിൽ തന്നെ വേണമെന്നുള്ളത്. കാരണം നമുക്ക് കൂടുതൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് റിസോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതുമാത്രമല്ല നമ്മുടെ ഒരു ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കോവളം. ഞാൻ മറ്റു സ്ഥലങ്ങൾ പറഞ്ഞല്ല, നമുക്ക് താമസിച്ച് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അവിടെ താമസിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് നിന്ന് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ നമുക്ക് ബീച്ചിലോട്ട്. അപ്പം അവിടെ ഒരു ഇങ്ങനെ പറയണം, അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്പോട്ടിൽ ഒരു വീടെന്ന് പറയുന്നത്, ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നം തന്നെയാണ്. പിന്നെ നമുക്ക് വീട് വയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡിയോ റൂം, അതായത് നമുക്ക് പ്രാക്ടീസിനും അതുപോലെ റെക്കോർഡിങ്ങിനും ഒക്കെ ആയിട്ട്, അതായത് നമുക്ക് സൗണ്ടിൻ്റെ ഒരു ഇതുണ്ട്. അതായത് നമ്മുടെ സൗണ്ട് പുറത്തും പോകാൻ പാടില്ല, പുറത്ത് സൗണ്ട് അകത്തും വരാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി സ്പെസിഫൈ ചെയ്തൊരു സ്റ്റുഡിയോ വേണം. അപ്പം അതാണ് ആക്ച്വലി നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു വീട്ടിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമായിട്ട് അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം സ്റ്റുഡിയോ ആണ്. കാരണം എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക ടീനേജ് കാലം തൊട്ട് എനിക്ക് ഈ ഒരു മ്യൂസിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡിയോ ആണ് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ്. മിക്കപ്പോഴും സ്റ്റുഡിയോയിൽ തന്നെയാണ് ആള് റെക്കോർഡിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി പോയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സ്പോട്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം ഇന്ന സ്പോട്ട് ഒന്നിനേക്കാളും കുറവെന്ന് പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്പോട്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം അങ്ങനെ നോക്കി നോക്കി ചെയ്തുകൊണ്ടായിരിക്കാം എല്ലായിടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പോലും അത് ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ആ വീടും ആ ഒരു എന്താ പറയുക ഞങ്ങളുടെ ആ ഒരു തീമും എല്ലാം ഇങ്ങനെ മനസ്സിൽ നിന്ന് വരെയാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട്. ഡിയാടെക്കും കൂടെ നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലോട്ട് വന്നത്. ആക്ച്വലി ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീട് നമ്മുടെ കയ്യിൽ കിട്ടുക, നമ്മുടെ കയ്യിൽ പ്ലാനും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത്രയും ഒരു ടീം നമ്മുടെ കൂടെ വേണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഡിയാടെക് അവർ നമ്മുടെ കൂടെ തന്നെ നിന്ന് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ പറയും. ഇപ്പം ഓൾറെഡി ഞങ്ങൾ ബെഡ്റൂമിൽ നമ്മളൊരു വേറൊരു ഷെയ്ഡാണ് നമ്മൾ ആക്ച്വലി ആദ്യം പെയിൻറ്റ് ചെയ്ത്. അപ്പം അതെനിക്ക് പിന്നെ ആയപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് വേണ്ട, വേറൊരു ഷെയ്ഡിലും. അപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും തന്നെ അത് അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ അയ്യോ അത് മാഡം പറ്റത്തില്ല, അങ്ങനെ ഒന്നുമില്ല, ഓക്കെ മാഡം അത് ഓക്കെ ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള ലെവലിൽ നമുക്ക് അത്രയും ഒരു സപ്പോർട്ട് തന്ന് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച ഒരു വീട് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല, ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഡിയാടെക് ടീമിനോടാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഡ്രീം ഹൗസ് പോലെ ഞങ്ങളുടെ കയ്യിൽ തന്നു. കാരണം അത് വെറും ഡ്രീമായി ഇരിക്കേണ്ട ഒരു കാര്യമായിരുന്നു, അത് ശരിക്കും യാഥാർത്ഥ്യമാക്കി നമ്മുടെ കയ്യിൽ തന്ന ഡിയാടെക് ടീമിനോട് താങ്ക് യു സോ മച്ച്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിപ്പം ഞാൻ പറഞ്ഞത് ഒരു ഉള്ളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഡ്രീം ഹൗസ്. ഇപ്പം ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ഈ 4 സെൻറ്റേ ഉള്ളൂ. നമുക്ക് ഒരു സ്റ്റീൽ സ്ട്രക്ചറാണ്. അപ്പം ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട് തന്നെങ്കിൽ ഒരു നോർമൽ ഒരു ഹൗസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു പ്ലാൻ ആണെങ്കിലും ഒരു വലിയ പ്ലാൻ ആണെങ്കിലും അവർ ഉറപ്പായിട്ടും നല്ല നീറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഡ്രീം ഹൗസ് തരും. അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞങ്ങളുടെ ഇത്രയും ഒരു 6-7 മാസത്തെ ജേർണി ഞങ്ങൾക്ക് അവർ നമുക്ക് തന്ന ഒരു കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ അവർ നമുക്ക് തന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാനും പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡിയാടെക് ടീമിനെ സമീപിക്കാം. നിങ്ങളുടെ ഡ്രീം ഹൗസ് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പറ്റും. എന്തിനു പറയണ്ടോ ചേ? എനിക്കതേ പറയാവുള്ളൂ. കാരണം സ്വപ്നം കാണുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണത്. DRTech Homes Private Limited, Trivandrum, an archway to future.